തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തൃശൂർ മേയർ എം കെ വർഗീസിന് നിയന്ത്രണങ്ങളുമായി LDF. കോർപ്പറേഷനിലെ പ്രധാന തീരുമാനങ്ങളും ഉദ്ഘാടനങ്ങളും മുന്നണിയുടെ അറിവില്ലാതെ നടത്തരുതെന്ന് നിർദ്ദേശം. മേയർ BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണം കണക്കിലെടുത്താണ് തീരുമാനം. മേയർ എം കെ വർഗീസ് കോർപ്പറേഷനിൽ നടത്തുന്നത് ഒറ്റയാൾ ഭരണമെന്നാണ് ഡെപ്യൂട്ടി മേയറുടെ ആരോപണം. വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ കോർപ്പറേഷൻ ഭരണത്തിലടക്കം ഏത് തരത്തിലുള്ള ഇടപെടലാണ്, നിയന്ത്രണങ്ങളാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്? KP വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ അല്ലെ മാസങ്ങൾ മാത്രം ശേഷിക്കെ വർഗീസിന്, അതായത് മേയർ വർഗീസിന് നിയന്ത്രണങ്ങളുമായിട്ട് LDF വന്നിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാന വിവരം. അതായത് മേയർ BJPയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു, അല്ലെ BJPയിലേക്ക് പോകാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളൊരു സംശയത്തിൻ്റെ അത്തരം സംശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മേയർക്ക് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളുമായി LDF രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ 12-ാം തീയതി നടക്കാൻ പോകുന്ന ഉദ്ഘാടനത്തിൽ നിന്ന് പോലും മേയറെ ഒഴിവാക്കിയിരിക്കുന്നു. മന്ത്രി ആർ ബിന്ദുവിനെ, അതായത് പകരം മന്ത്രി ആർ ബിന്ദുവിനെ ആ ഉദ്ഘാടനത്തിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് LDF നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് LDF നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ അതിനെ തിരിച്ചടിച്ചിരിക്കുന്നത്, അതായത് മേയർ ആ LDFന്റെ നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് താൻ മേയറായിരിക്കുന്ന കാലഘട്ടത്തോളം മാത്രമേ ആ പാർട്ടിയോട് കൂറുണ്ടായിരിക്കുകയുള്ളൂ, ആ കാലഘട്ടം അത്രയും LDFനൊപ്പം നിൽക്കാം എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം എന്തെന്നുള്ളത് അത് പിന്നീട് നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ LDFന് മറുപടിയും കൊടുത്തിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. BJPയും ഒപ്പം കോൺഗ്രസും CPM അടക്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്ന വേളയിലാണ് ഈ മേയർക്ക്, LDF ഭരണസമിതിയിലുള്ള തൃശ്ശൂർ മേയർക്ക് നിയന്ത്രണങ്ങളുമായിട്ട് LDF തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഡെപ്യൂട്ടി മേയർ അടക്കം പറയുന്നത്, അതായത് മേയർ തൻ ഭരണം, അതായത് തനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഭരണമാണ് തൃശ്ശൂരിൽ നടക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഡെപ്യൂട്ടി മേയർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനെതിരെ മേയർ തിരിച്ചു മറുപടി നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പാർട്ടി ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ, അല്ലെ പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നൊരു തരത്തിലുള്ള മറുപടി മേയർ നൽകിയിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിലാണ് BJPയിലേക്ക് പോയേക്കാം എന്നുള്ള സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന മേയറെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് LDF രംഗത്ത് വന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.